രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും തുമ്പ് കിട്ടാതെ പോലീസും അന്വേഷണ സംഘവും നട്ടം തിരിയുകയാണ്. യാത്ര CCTV ഇല്ലാത്ത റോഡുകളിലൂടെ, ഇടയ്ക്കിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഫോൺ, പോലീസിന്റെ മൂക്കിൻ തുമ്പിലൂടെ അഭിഭാഷകന്റെ ഓഫീസിൽ വക്കാലത്ത് നൽകി മടങ്ങൽ, ഒക്കെ കൂടി പോലീസിന്റെ വിശ്വാസ്യതയും അതേസമയം രാഹുലിനെ ശക്തമായ കൈകൾ തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന അഭ്യൂഹങ്ങളും ശക്തി പ്രാപിക്കുകയാണ്. പോലീസ് കേരളത്തിനകത്തും പുറത്തും നാനാഭാഗങ്ങളിലും വലവിരിച്ചോടി നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വലയിൽ ഒന്നും പെടാതെ അതീവ രഹസ്യമായി രക്ഷപ്പെടുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര് എന്നുള്ള ചോദ്യങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് അത് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരല്ല, പകരം സിനിമാ മേഖലയിലുള്ള വ്യക്തിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന കാറിലാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചു. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു പിന്നാലെയാണ് രാഹുലിനെ കാണാതായത്. സ്വന്തം വാഹനം ഫ്ളാറ്റിൽ നിർത്തിയിട്ട ശേഷമാണ് മറ്റൊരു കാറിൽ രാഹുൽ പോയത്. കേസെടുത്ത 4-ാം ദിവസവും രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. രാഹുൽ ചുവന്ന കാറിൽ പാലക്കാട് നിന്ന് പോയതായി CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് മനസ്സിലായത്. നമ്പർ പരിശോധിച്ചപ്പോൾ കാർ ഒരു സിനിമാ താരത്തിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട്. പോലീസ് ഔദ്യോഗികമായി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. രാഹുലിനെതിരായ ലൈംഗിക പീഡന കേസിൽ താമസ സ്ഥലമായ പാലക്കാട് കുന്നത്തൂർ മേടുള്ള ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. മേയിൽ അവിടെ എത്തിച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ മൊഴിപ്രകാരമുള്ള പരിശോധന 5 മണിക്കൂറോളം നീണ്ടു. എന്നാൽ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതായി പാലക്കാട് ASP രാജേഷ് കുമാർ പറഞ്ഞു. 1 മാസം മുൻപ് വരെയുള്ള ദൃശ്യങ്ങളെ ഉള്ളൂവെന്നാണ് സൂചന. പഴയ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെയും ഡ്രൈവറെയും സംഘം ചോദ്യം ചെയ്തു. രാഹുലിന്റെ അറസ്റ്റിനെ പോലും ഭയപ്പെടുന്ന ശക്തമായ കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതല്ലെങ്കിൽ രാഹുലിനെ ഒളിവിൽ പാർപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നുമുള്ള ചോദ്യങ്ങളൊക്കെ ഈ അവസരത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്നുള്ള പിണറായി സർക്കാരിന്റെ ഗൂഢാലോചനയും പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിനെയും മനസ്സിനെയും കളങ്കപ്പെടുത്തുന്ന ഓരോ സംഭവവും ഈ സമൂഹത്തിന്റെ തലകുനിയുന്ന നിമിഷങ്ങളാണ്. പക്ഷെ അതിലേറെയും ലജ്ജാകരമായത് ഒരു സ്ത്രീ പരാതി പറയുമ്പോഴും അവൾക്കു നേരെ സമൂഹം കല്ലെറിഞ്ഞു തുടങ്ങുന്ന കൂറില്ലാത്ത സാമൂഹിക മനോഭാവമാണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ സത്യം. ഏതെങ്കിലും സ്വാധീനമുള്ള വ്യക്തിക്കെതിരെ പരാതി ഉയർന്നാൽ യാഥാർത്ഥ്യം തേടാനോ നിയമത്തിന് വഴിവെക്കാനോ പകരം ആദ്യം നടക്കുന്നത് സ്ത്രീയെ പച്ചയ്ക്ക് സൈബറിടത്തിൽ വിചാരണ ചെയ്യുക എന്ന ക്രൂരതയാണ്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ നാം ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. വേദികളിൽ ആഘോഷിക്കപ്പെട്ട പുരോഗതിയുടെ വലിയ പ്രസ്താവനകളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്ത്രീക്ക് അവളുടെ സത്യത്തോടൊപ്പം സുരക്ഷിതമായി നിലനിൽക്കാനും അവകാശപ്പെടാനും കഴിയാത്ത സമൂഹം ഒരിക്കലും പുരോഗമനമല്ല. അതൊരു നന്നായി മൂടിവെച്ച കളങ്കപ്പെട്ട സമൂഹമാണ്. ഏതു കേസായാലും പരാതി നൽകിയ സ്ത്രീയെ തകർക്കാൻ, അപമാനിക്കാൻ, അവളുടെ ശബ്ദത്തെ തളർത്താൻ ശ്രമിക്കുന്ന ഒരു ക്രൂര സംസ്കാരം ഇന്ന് ശക്തമാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിചാരണ മുതൽ രാഷ്ട്രീയപരമായി നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് വരെ എല്ലാവരും ഒരേ കൂട്ടമാണ്. ഇവരുടെ ലക്ഷ്യം സത്യത്തെ കണ്ടെത്തുകയല്ല, പരാതിപ്പെടുത്തിയ സ്ത്രീയെ ഒറ്റപ്പെടുത്തുക, ഭയപ്പെടുത്തുക, നിശബ്ദയാക്കുക എന്നത് മാത്രമാണ്. അതിൽ സിനിമാ മേഖലയിലെ ഉന്നതരും കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ നീതിയോട് പൊരുത്തപ്പെടാത്ത തരത്തിലാണ് നീങ്ങുന്നത്. രാഹുലിന് വേണ്ടി രാഹുൽ ഒളിവിലായിരിക്കുമ്പോഴും നിയമം പ്രവർത്തിക്കുന്നു. സൈബറിടത്തിൽ രാഹുലിന്റെ ചാവേർ പോരാളികൾ ഒളിയുദ്ധം നടത്തുന്നു. ഉണ്ടും ഉറങ്ങിയും യാത്ര ചെയ്തും രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രമുഖരുടെ സുരക്ഷിത വലയത്തിൽ രാജകീയമായി ജീവിക്കുന്നു. എന്നിട്ടും സമൂഹം തിരയുന്നതും അഗ്നിപരീക്ഷണം നടത്താൻ ആവർത്തിച്ച് ആക്രോശിക്കുന്നതും സ്ത്രീക്ക് നേരെ. എത്ര പേരാണ് ഒരു സ്ത്രീ പരാതി നൽകുന്നതിന് മുൻപ് അവൾ കടന്നു പോകുന്ന ഭയവും വേദനയും മനസ്സിലാക്കുന്നത്? അവളുടെ കുടുംബം, ജോലിസ്ഥലം, സമൂഹം എല്ലാത്തിന്റെയും സമ്മർദ്ദം ഒരു യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ പോലും ഒരു സ്ത്രീ വന്ന് പറയുന്നു, എനിക്ക് നീതി വേണം. ഈ വാക്കുകളുടെ മഹത്വം മനസ്സിലാക്കാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന മനസാക്ഷി വേണം. അത് എല്ലാവർക്കും ഇല്ല എന്ന് മാത്രമല്ല, പ്രമുഖർ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിന്റെ മുൻനിരയിലും രാഷ്ട്രീയ ഗോധകളിലും അഭ്രപാളിയിലും കാണുന്ന ആരാധനാ ബിംബങ്ങൾക്ക് തീരെയില്ല എന്ന് പറയേണ്ടി വരും. ഇനി അവശേഷിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്: വെള്ളിത്തിരയിലെ ആ പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖ ആര്?